ഈ പറയുന്ന ആളിനായിട്ടൊക്കെ ഏറ്റുമുട്ടിയ ഞാനല്ലല്ലോ, മുൻമന്ത്രിയല്ലേ. അദ്ദേഹത്തോട് പോയി പിടിക്കൂ. അങ്ങനെ വീട്ടിൽ ഇരുന്ന് രാഷ്ട്രീയം നടത്തുന്ന പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ് മുതലാളിമാരിപ്പോൾ ഇവിടെ മത്സരിക്കുന്നു എന്നൊക്കെ ചില ചാനലുകളിൽ ഇങ്ങനെ. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് അനുവദിക്കാതെ ആർക്കും. ജനാധിപത്യത്തിൽ ആർക്കും മത്സരിക്കാം, അതൊരു വിഷയമല്ല. നിയമവിരുദ്ധ പ്രവർത്തനം ആരെയും അനുവദിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളിനായിട്ടൊക്കെ ഏറ്റുമുട്ടിയ ഞാനല്ലല്ലോ, മുൻമന്ത്രിയല്ലേ. അദ്ദേഹത്തോട് പോയി പിടിക്കൂ. നമ്മളിതിനകത്ത് ഞാൻ സത്യം ചെയ്തു അതൊക്കെ നല്ലതല്ലേ, പബ്ലിസിറ്റിക്ക് നല്ലതാ. പബ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല സ്ഥലം പത്തനാപുരം. ഓൺലൈൻ വഴി മറ്റേ പബ്ലിസിറ്റി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നേരിട്ട് വർക്ക് ചെയ്യാൻ അറിയുന്നില്ല. അതൊക്കെ നല്ലതല്ലേ. ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ ഇരുന്ന് രാഷ്ട്രീയം നടത്തുന്ന പോലെയല്ലേ. അതൊന്നും കുഴപ്പമില്ല. ഡെമോക്രസിയിൽ അതൊക്കെ അതിൻ്റെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അതുകൊണ്ട് അതൊന്നും അല്ല വിഷയം. നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ആരെയും അനുവദിക്കത്തില്ല. അതിനകത്ത് ആ കേസിൽ തന്നെ എനിക്ക് മുമ്പിരുന്ന മന്ത്രിയും എനിക്ക് മുമ്പിരുന്ന ഇപ്പോഴിരിക്കുന്നതിന് മുമ്പിരുന്ന CMD ഒക്കെ എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഞാനെന്ത് പറയാം. നമ്മളെന്താണോ കോടതി പറയുന്നത് അത് മാനിക്കും, അതനുസരിച്ച് ചെയ്യും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം എറണാകുളത്ത് തന്നെ നമുക്ക് മത്സര ഓട്ടത്തിൽ വലിയ കുറവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി, വലിയ ശല്യമില്ല എന്ന് പറഞ്ഞു തുടങ്ങി. അത് വളരെ കർശനമാണ് അക്കാര്യത്തിൽ. അവിടെ മാത്രമല്ല, കോഴിക്കോട് മുതൽ എല്ലാ സ്ഥലത്തും ഈ മത്സര ഓട്ടത്തിനെ ഒന്ന് അനുവദിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളെല്ലാം ക്യാമറ വയ്ക്കണം എന്നുള്ള ഹൈക്കോടതി ഉത്തരവാണ്. അത് മാനിക്കണം. കോടതി ഉത്തരവുകൾ മാനിക്കണം. നല്ല ലക്ഷ്യത്തോടെ ഇറക്കുന്ന ഉത്തരവുകളാണത്. അതിനായി സഹായിക്കാനോ ദ്രോഹിക്കാനോ ഇറക്കുന്നതല്ല. അതൊക്കെ നല്ല ഉദ്ദേശത്തോടെ ഇറങ്ങുന്ന കോടതി ഉത്തരവുകളെ നമ്മൾ മാനിക്കണം. അതാണ് അന്തസ്സ്. ഒരു രാജ്യത്ത് ജീവിക്കുന്നത് അത് മാനിച്ചു പോകണം. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതത്വം, നമ്മൾ സ്കൂൾ കുട്ടികളുടെ സുരക്ഷിതത്വം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലേ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കണക്ക് എടുത്ത് നോക്കി. ഞാൻ 12 മാസത്തിനിടയിൽ 12 അപകടം ഉണ്ടായിരുന്നു. 6ഓളം കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് സ്കൂൾ ബസ്സിൽ. വേറെ അപകടമല്ല, സ്കൂൾ ബസ് അപകടമാണ് പറയുന്നത്. 12 മാസത്തിൽ 12 അപകടം, അതിൽ 6ഓളം കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കണക്കല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മാനേജ്മെൻറ്റും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇനിയും അശ്രദ്ധമായി മുന്നോട്ട് പോയാൽ ഈ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനവും പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. ആംബുലൻസ് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കും. അവരുടെ യാത്രയ്ക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക് ഡൗൺ കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അത് തുടങ്ങി കഴിഞ്ഞ് 200 വണ്ടി വരെ ഒരു ദിവസം ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ അത് 150, 100-ൽ താഴെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് 25 താഴെ കൊണ്ടുവരണമെന്നാണ്. എന്നിട്ട് അത് 0-ൽ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം വണ്ടി ബ്രേക്ക് ഡൗൺ ആവില്ല എന്ന വിശ്വാസം. കാരണം ഈ ടയർ പഞ്ചറൊക്കെയാണ് പലപ്പോഴും വരുന്നത്. മേജർ ബ്രേക്ക് ഡൗൺ വരാൻ പാടില്ല. ഇന്നലെ തന്നെ ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ എന്തെങ്കിലും നോർമൽ അല്ലാത്ത എന്ത് സൗണ്ട് കേട്ടാലും കണ്ടക്ടർക്കും ഡ്രൈവർക്കും റിപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം വണ്ടിയുടെ ഓടുമ്പോൾ തോന്നിയാൽ, ഇപ്പോൾ നമുക്ക് തന്നെ റോഡിൽ നിൽക്കുമ്പോൾ തോന്നില്ല, ചില വണ്ടിയുടെ സൗണ്ട് വ്യത്യാസം, ആ സൗണ്ട് വ്യത്യാസം എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആയി. എപ്പോഴും നമ്മൾ കാറാണെങ്കിലും ബസ്സാണെങ്കിലും നമ്മളെ വണ്ടിയിലുണ്ടാകുന്ന ഒരു സൗണ്ട് വ്യത്യാസം എന്തോ ഒരു ഡിഫക്റ്റാണ്. അതൊരു പോസിറ്റീവ് സൈൻ അല്ല, അതൊരു നെഗറ്റീവ് സൈനാണ് എന്ന് മനസ്സിലാക്കുക. അത് എനിക്കിങ്ങനെ തോന്നിയത് കൊണ്ട് പുതിയൊരു ഉത്തരവ് ഇറക്കിയതാണ്. ഈ സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും റിപ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ സൗണ്ട് വ്യത്യാസം കേൾക്കുന്നു.